ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മണ്ഡലേശ്വറായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം വിജയങ്ങൾ നേടുന്തോറും ഇവർ അരഗന്റായി മാറി എന്നുള്ളതാണ്. താങ്കൾ അന്ന് പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും താങ്കൾക്ക് ഭക്തി ലൈനായിരുന്നുവെന്ന്. ആത്മീയ ലൈനിലുള്ളവർ എപ്പോഴും കുറച്ചൊക്കെ നിയന്ത്രണത്തിലായിരിക്കും. അവർക്ക് ദേഷ്യം വരില്ല, അഹങ്കാരം തീരെ കാണില്ല. അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും എനിക്കിവിടെ പറയാൻ സാധിക്കും. താങ്കളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ രേഖയും ശ്രീദേവിയും വെറും കോസ്മെറ്റിക് ബ്യൂട്ടീസാണ്, ഞാനാണ് റിയൽ ബ്യൂട്ടി എന്ന്. ദൈവമേ, ഇല്ല, ഇത് മുഴുവനും കള്ളത്തരമാണ്. ഇതാരാ പറഞ്ഞേ? ഇല്ല, ഇത് മുഴുവനും തെറ്റാണ്. അപ്പൊ എന്തായെന്നറിയോ, അന്ന് വി യൂസ് ടു ഹാവ് സ്റ്റാർഡസ്റ്റ്, സിനി ബ്ലിറ്റ്സ്. അന്നൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് അങ്ങനെ വരും. ആ സമയത്ത് ഒരു കോൺട്രവേഴ്സി സിനി ബ്ലിറ്റ്സിൽ വന്നിരുന്നു. ഞാൻ ഇപ്പോൾ ആ പത്രാധിപരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അയാൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അയാൾക്കും ഏതെങ്കിലും സ്റ്റാറിനും തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല, നീ നശിച്ചു പോകുമെന്ന്. അവർ പറയും മമത പറഞ്ഞു രേഖ നല്ലതല്ല എന്ന്. ഐ എം ടെല്ലിങ് യു, ഇങ്ങനെ എൻ്റെ നേർക്ക് നടന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ രേഖാജിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, രേഖാജി, അതായത് ഒരു 5 ദിവസത്തിന് ശേഷം എൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് സിനി ബ്ലിറ്റ്സിൽ. അവരതിൽ എന്തൊക്കെയാണോ എഴുതുന്നത് അതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ആരാണ് ആ പത്രാധിപരെന്ന്. ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ XYZ ആണെന്ന്. അവർ പറഞ്ഞു ഓക്കെ, പക്ഷേ ആ ലൈൻസ് എൻ്റെതല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ മമത, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. ഒരു പ്രാവശ്യം കജോൾ, ഞാൻ കരുണാർജുൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അവർ വളരെ സ്പീഡിൽ പെട്ടെന്ന് വന്ന് എൻ്റെ മേക്കപ്പ് റൂമിൽ വന്ന് ടക്ക് കഥകി തട്ടി. ഞാൻ ഡോറ് തുറന്നു. എന്താ കജോൾ, എന്താ കാര്യമെന്ന് ചോദിച്ചു. നോ, എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു ഞാൻ നിന്നെ കണ്ടിട്ട് ജെലസ് ആണെന്ന്, ആൻഡ് ഐ എം ഹാവിംഗ് ഇൻസെക്യൂരിറ്റീസ് അബൌട്ട് യു. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ഹാവ് നോട്ട് സെഡ് ദാറ്റ്. ഐ സെഡ് ഓക്കെ, പോയി. അപ്പം ആ സമയത്ത് അങ്ങനത്തെ മാഗസിൻസ് ഉണ്ടായിരുന്നല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടത് എന്താ, സ്പൈസി ആയിട്ട് എന്തെങ്കിലും ടു പുട്ട് ഓൺ ദ കവർ. അവർക്ക് എന്നെ കവറിലിടണം. അവരാദ്യമേ ഇങ്ങനെ ആലോചിക്കും, രേഖാജിയെ കവറിലിടണമെങ്കിൽ മമതാജിയെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു താങ്കൾ ബ്രൂണൈ സുൽത്താനോട് വളരെ ക്ലോസ് ആയിരുന്നു എന്ന്. താങ്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു, അതിനെപ്പറ്റി പല ചർച്ചകളും ഉണ്ടായിരുന്നു. ഇല്ല, അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനൊരു 15 ദിവസം ടൂറ് പോയിരുന്നു, ഷാറൂഖ്, അമീർ എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ഞങ്ങൾ ലണ്ടനിലായിരുന്നു താമസിക്കുന്നത്, ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു, മുറാനി ബ്രദേഴ്സ്. സോ ഈവനിങ് ഒരു ഫരദ് ഹുസൈൻ എന്ന് പറഞ്ഞൊരാൾ വന്നിരുന്നു അവിടെ. അദ്ദേഹമാണ് 12 ഷോസിൻ്റെ മെയിൻ ഓർഗനൈസർ. അദ്ദേഹം എൻ്റെ ഡോറിൽ ഒന്ന് നോക്ക് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, മമത, ദർ ഇസ് പ്രിൻസസ് ഹമീദ ആൻഡ് ഷീ വാണ്ട്സ് ടു മീറ്റ് യു. പ്രിൻസസ് ഹമീദ ഇസ് സുൽത്താൻ ഓഫ് ബ്രൂണൈയുടെ മകളാണ്. ആ കുട്ടി നിങ്ങളുടെ ഫാനാണ്. അവർ ഡോർച്ചസ്റ്റർ ഹോട്ടലിലാണ് താമസിക്കുന്നത്. നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവർ പ്രിൻസസ് ആണ്, അവരോട് വന്ന് എന്നെ കാണാൻ പറയൂ, ഞാനെന്തിനാ ഇപ്പോൾ അവരെ പോയി കാണുന്നത്. അപ്പോൾ ഫറ സേസ്, മമത ഷട്ട് അപ്പ്, അവർ നിന്നെ വിളിക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ബിക്കോസ് ഷീസ് എ സ്മോൾ ഗേൾ. ഞാൻ ചോദിച്ചു സ്മോൾ ഗേൾ? ഞാൻ വിചാരിച്ചു ക്വീനാണ്, വലിയ ത്രോണിലൊക്കെ ഇരുന്ന് നമ്മളെ വിളിക്കുകയാണ് അങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ്. പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ഡോർച്ചസ്റ്റർ ഹോട്ടലിലേക്ക് പോയി. ആ ഡോർച്ചസ്റ്റർ ഹോട്ടൽ ഫുൾ അവരുടെയാണ്. അവിടുത്തെ 3 ഫ്ലോർസിലും അവിടുത്തെ ആൾക്കാരാണ്. അവർ മാത്രമാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോളിൽ പോയപ്പോൾ അവർ ഭയങ്കര ഡൗൺ ടു എർത്ത്. ആ പ്രിൻസസ്, ആ കുട്ടി താഴെ ഇരുന്നിട്ട് ഓർഫൻ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പ്രിൻസസ് ആ കുട്ടികളുടെ കൂടെ കളിച്ചോണ്ട്. അതിനുശേഷം ആ കുട്ടി എന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വിളിച്ചു ബ്രൂണൈയിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ടും അവരെന്നെ ഇൻവൈറ്റ് ചെയ്തില്ലേ, മമത കെൻ യു കം ഫോർ മൈ ബർത്ത്ഡേ, ഇറ്റ്സ് ഇൻ ദ ബ്രൂണൈ. ഓക്കെ, ഐ വിൽ കം, ഐ ഹാവ് നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ ബ്രൂണൈയിൽ പോയതിനു ശേഷം. ലോകത്തിലെ റിച്ചസ്റ്റ് പേഴ്സണിൽ അധികവും ഒരാളാണ്. അതെ, ആ സമയത്ത് സുൽത്താൻ ഓഫ് ബ്രൂണൈ റിച്ചസ്റ്റ് മാനാണ്. സോ ഞാൻ അവിടെ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയി. 5000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു, നിറയെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ടേബിളിൽ തന്നെയാണ് ഇരുന്നത്.
ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് താങ്കൾ അഹങ്കാരിയായി മാറിയോ? അരഗന്റ് ആയിരുന്നു? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ പറയേണ്ട എത്രയോ ആവശ്യമില്ലല്ലോ. പേരുണ്ട്. അമീഷ പട്ടേൽ അദ്ദേഹം പറയുന്നു മൗറീഷ്യയിൽ വെച്ച് താങ്കൾ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞെന്ന്. വലിയ വഴക്കായിരുന്നു, വലിയ പ്രശ്നമായി മാറിയെന്നും. ആക്ച്വലി അവിടെ എന്താ നടന്നെന്ന് വെച്ചാൽ, അവിടെ ഒരു 5-6 ദിവസമായിട്ട് ഞങ്ങളുടെ ആഡിൻ്റെ ഷൂട്ട് നടക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കും. അവിടെ ബുഫേ ആയിരുന്നു. ആൻഡ് ദർ വാസ് ഓൺലി വൺ നോൺ വെജ് ഐറ്റം ഇൻ ദാറ്റ്, ആൻഡ് ദർ വാസ് നോ ലേബൽ ആ ഫുഡിൽ. സോ ഞാനതെടുത്തു, എന്നിട്ട് കുറച്ചായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ മിസ്റ്റർ ബജാജ് എൻ്റെ തൊട്ടടുത്താണ് ഇരുന്നിരുന്നത്. ഞാനൊരു സൈഡിലിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചവച്ചിട്ടത് ഇറക്കുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബജാജ് സർ, ആൻഡ് ദാറ്റ് വാസ് ദ ഓൺലി വൺ നോൺ വെജ് ഐറ്റം ദർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ മീറ്റ് ദർ? ഞാൻ വിചാരിച്ചത് വല്ല പഴയതുമായിരിക്കും, അതുകൊണ്ടാണ് ചവയ്ക്കാൻ പറ്റാത്തതെന്ന്. ശരിക്കും അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണത് മാനിറച്ചിയാണെന്ന്. ഞാൻ ചോദിച്ചു, ഡിയർ മീറ്റാ? ഞാൻ പറഞ്ഞു, ബജാജ് സാർ, ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, ഇതിലൊരു ലേബലെങ്കിലും വെക്കേണ്ടതായിരുന്നു. മനുഷ്യൻ ചിക്കൻ കഴിക്കും, മട്ടൺ കഴിക്കും, ഡിയർ മീറ്റ് ഒക്കെ ആരാ കഴിക്കുന്നത്? സോ നെക്സ്റ്റ് ടൈം ഇതിൽ ലേബൽ വെക്കണേന്ന് ഞാൻ വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു. ഐ സെഡ് പുട്ട് ഡിയർ മീറ്റ്. ഇവരെൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്, പുതിയ കുട്ടിയാണ്. അമീഷ പട്ടേൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഓ മൈ ഗോഡ്, യു സെലിബ്രിറ്റീസ് ആർ സോ പ്രൈസി, സോ ഹൈ, യു മേക്കിംഗ് കോൺട്രവേഴ്സി, യു മേക്കിംഗ് ഇഷ്യൂ ഓവർ ഡിയർ മീറ്റ്. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ഇതാരാ ഇവരുടെ രണ്ടുപേരും നടക്കിരിക്കുന്നത്? കാരണം രാകേഷ് റോഷനും ഷാറൂഖ് ഖാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാരാണിപ്പോ? ബോളിവുഡിൽ ഇപ്പോൾ വന്നൊരു പുതിയ ആളാണ്. അവരിടയ്ക്കൊരു സംസാരിക്കുക, നമുക്ക് എങ്ങനെ തോന്നും? സത്യമായിട്ട് എനിക്കത്ര ധൈര്യമൊന്നും വരത്തില്ല കേട്ടോ. ഷാറൂഖ് ഖാനുണ്ട്, രാകേഷ് റോഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാനൊന്നും പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പറ്റുകയില്ല അവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് സംസാരിക്കാൻ, അതും ഓൺ എൻ ഇഷ്യൂ വിച്ച് വാസ് വെരി. താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചോ, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എനിക്ക് 15 ലക്ഷം. അല്ല, ഇത് എന്റെ വാക്കുകളല്ല. എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു എന്റെ കൂടെ ആ സമയത്ത്. അവള് ചോദിച്ചു, ഹു ആർ യു? അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. അവരെന്താണ് പറഞ്ഞത്, എന്താണ് ചോദിച്ചത്, ഇതൊന്നും എനിക്കറിയില്ല. അത് അവർ തമ്മിൽ നടന്ന പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, യു സ്റ്റേ അവേ, ഇറ്റ്സ് നോട്ട് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു. വളരെ വലിയ കോൺട്രവേഴ്സി ആയിരുന്നു, വളരെ വിമർശനങ്ങൾ നേരിട്ടൊരു കാര്യമാണ് രാജ്കുമാർ സന്തോഷിയോടൊപ്പം. അതെ, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മമത എന്നെ അണ്ടർവേൾഡ് ഡോൺ ദാവൂദ് ഇബ്രാഹിമിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. ഇല്ല, എനിക്കും അണ്ടർവേൾഡിന് തമ്മിൽ ഒരു ബന്ധവുമില്ല. ദാവൂദിനെ ഞാൻ കണ്ടിട്ടുപോലുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഒരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മമത കുൽക്കർണി രാജ്കുമാർ സന്തോഷിയെ സെക്സിൽ ഫേവർ ചോദിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചിരിക്കുകയാണ് റോള് കിട്ടാൻ വേണ്ടി. നോക്കൂ, ഇത് ബോളിവുഡ് ഇൻഡസ്ട്രിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഞാൻ പിന്നെ ഇത്രയും വർഷം ധ്യാനത്തിലിരുന്ന ആളാണ്. ഇത് വളരെ നാച്ചുറലാണ്. ഞങ്ങൾ 1 മാസം ഷൂട്ടിങ്ങിന് പോവും. അവിടെ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടും, ഒരുമിച്ചിരിക്കണമെന്ന് തോന്നും. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ അങ്ങനെ തോന്നിയിരിക്കാം. സോ ഇറ്റ്സ് ക്വൈറ്റ് എ നോർമൽ തിങ്. ഇപ്പോൾ പബ്ലിക്കിൽ നിന്ന് ഒരാൾക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾ സന്യാസിയാവണമെന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ മെൻ്റൽ പീസിന് വേണ്ടിയാണോ? കാരണം നിങ്ങളുടെ ഒരുപാട് ഇൻ്റർവ്യൂകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് വളരെ സക്സസ്ഫുള്ളായ ഒന്നായിരുന്നു. പക്ഷേ പേഴ്സണൽ ലൈഫ് കുറച്ച് ഒരു അൺലക്കി ഫാക്ടർ ആയിരുന്നു. അങ്ങനെയല്ലേ നടക്കുള്ളൂ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരടി കിട്ടുമല്ലോ. അപ്പോൾ അല്ലേ മനുഷ്യൻ പറയുന്നത്, ഇതും കണ്ടു അതും കണ്ടു, ഇനിയിപ്പോൾ ദൈവത്തിനെ കാണാമെന്ന്. ഇപ്പോൾ താങ്കൾക്ക് പേഴ്സണൽ ലൈഫ് ഒന്നും ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊന്നും പറയാനില്ല. എനിക്കിനി ആരും ഇല്ല ഫാമിലിയിൽ, എല്ലാവരും പോയി. എൻ്റെ അച്ഛൻ മരിച്ചു, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ, കാരണം ഞാൻ തപസ്സിലിരുന്ന സമയമാണ്. അത് ഒരേ സ്ഥലത്തിരുന്ന് തന്നെ ചെയ്യണം എന്നുണ്ട്. ഞാൻ ബ്രഹ്മചാരി വ്രതം എടുത്ത സമയമായിരുന്നത്. അത് 12 വർഷം ഒരേ ഇടത്തിരുന്ന് ചെയ്യണം, എങ്കിലേ അത് പൂർത്തിയാവുള്ളൂ.